എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന്റെ ആരോപണം സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ സർക്കാരിന്മേൽ സമ്മർദ്ദമേറുന്നു എന്ന വാർത്തയാണ്. മരണവുമായി ഉന്നതതല ബന്ധങ്ങൾ പുറത്തുവരുമെന്നതിനാലാണ് CBI കേസ് ഏറ്റെടുക്കുന്നതിനെ സർക്കാരും പാർട്ടിയും ഒരുപോലെ എതിർക്കുന്നതിന് കാരണമെന്ന ആരോപണം കൂടി വരുന്നുണ്ട്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യത ഒന്ന് മാത്രമല്ല, കുടുംബത്തിന്റെ CBI അന്വേഷണം എന്ന ആവശ്യത്തെ ശക്തമായി എതിർക്കുന്നത് കുടുംബത്തിനോടൊപ്പം എന്നൊക്കെ വീമ്പിളക്കിയ സർക്കാർ തന്നെയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചാനൽ ചർച്ച, ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ തന്നെയാണ് ഈ കുടുംബത്തിന്റെ ഈ എ.ഡി.എം. നവീൻ ബാബുവിന്റെ ബന്ധു തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരം പുറത്തു പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എ.ഡി.എം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തി എന്നൊരു കാര്യം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയിൽ ഈ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിരുന്നില്ല. അതുതന്നെയാണ് സംശയം കൂടുതൽ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് മുന്നോടിയായുള്ള പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതുതന്നെയാണ് ഈ വൈരുദ്ധ്യം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. അതേസമയം നമുക്കറിയാം, ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നു. CBI ഇപ്പോൾ ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ സർക്കാർ ഇതിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള CBI അന്വേഷണം വരികയാണെങ്കിൽ ഈ ഉന്നതതല ഇടപെടൽ ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് തുടക്കം തൊട്ടേ ആരോപണം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഉന്നതതല ഇടപെടൽ, ആ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്നൊരു ഭയം പാർട്ടി നേതൃത്വത്തിനോ അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ CBI ഈ കേസന്വേഷണത്തിലേക്ക് വരുന്നതിനെ സർക്കാരും CPM-ഉം ഒരുപോലെ എതിർക്കുന്നതിന് കാരണമായി പറയപ്പെടുന്നത്. ഇന്നലെ ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ അടക്കം ഈ കാര്യത്തിലൊരു വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ADM-ന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് തന്നെയാണ് ഈ അടിവസ്ത്രത്തിലെ രക്തക്കറ ചെന്നെത്തിക്കുന്നതൊരു കാര്യം പറയുകയുണ്ടായി. മാത്രമല്ല, അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഈ ഒരു രക്തക്കറയെ സംബന്ധിച്ച് പരാമർശമില്ലാത്തത് വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ഇല്ലാതാക്കാനുള്ളൊരു കാരണമായി അദ്ദേഹം ആരോപിക്കുന്നതും. മാത്രമല്ല, ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന വിവരങ്ങളുള്ളത്. അതായത് എന്നാൽ ഇപ്പോൾ വന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും CBI അന്വേഷണത്തെ എതിർക്കുക എന്നൊരു നിലപാട് തന്നെയായിരിക്കും CPM-ഉം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പിന്തുടരുക. കാരണം CBI ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ PP ദിവ്യയും ചില പ്രാദേശിക മാധ്യമപ്രവർത്തകർ അടക്കം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നടക്കമുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണം വരാനൊരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഒരു വ്യക്തത വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്തെങ്കിലും തരത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് കുടുംബം പറയുന്ന രീതിയിലേക്ക് എന്തെങ്കിലും തരത്തിലൊരു അന്വേഷണം എത്തിപ്പെട്ടാൽ അത് സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള മാക്സിമം ശ്രമങ്ങൾ പാർട്ടിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI ഈ കേസന്വേഷണത്തിലേക്ക് വരുന്നതിനെ ഒരുപോലെ പാർട്ടിയും സർക്കാരും എതിർക്കുകയും ചെയ്യുന്നത്. അനു.